ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡി നോട്ടീസ് നൽകിയ നടൻ ജയറാം ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിൽ ഇന്ന് ഹാജരായേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അടക്കം ഇ ഡി ചോദിച്ചറിയും. ദീർഘകാലമായി സൗഹൃദം മാത്രമേ പോറ്റിയുമായി ഉള്ളൂ എന്നാണ് SITക്ക് ജയറാം മൊഴി നൽകിയത്. അശ്വതി കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വതി, ജയറാമും പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡിക്ക് അറിയേണ്ടത്, SITക്ക് അറിയേണ്ടത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിൻ്റെ തുടക്കത്തിൽ നടന്നിരുന്നു? അതിൻ്റെ ഭാഗമായിട്ടാണോ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? രാജേഷ്, ഇതിൽ SITയുടെ ലിസ്റ്റിലുള്ള 3 പേരും അതുപോലെ തന്നെ മറ്റ് 9 പേര്, അങ്ങനെ 12 പേര് അടങ്ങുന്നതാണ് ഈ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകൾ. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടോ, ആ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു വ്യാപ്തി, ഇതൊക്കെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നടൻ ജയറാമിനാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ജയറാമിന് നോട്ടീസ് നൽകിയത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ജയറാമിന്റെ ബന്ധത്തിൽ, സൗഹൃദത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വസതിയിൽ കൊണ്ടുവന്ന് പൂജിക്കുകയും മറ്റും ചെയ്തു. അത്തരത്തിൽ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ഇന്ന് ജയറാമിൽ നിന്ന് ചോദിച്ചറിയുക. എന്നാൽ SITക്ക് നൽകിയിരിക്കുന്ന മൊഴിയിൽ ജയറാമൻ വ്യക്തമാക്കുന്നത് 1 രൂപ പോലും ഇത്തരത്തിൽ ഇടപാടുകളായിട്ട് നടന്നിട്ടില്ല, ഒരു രൂപയുടെ പോലും ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നടൻ ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ദീർഘകാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സൗഹൃദമുണ്ട് എന്നും ജയറാം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് ജയറാമിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരിക്കും ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയെ ചോദ്യം ചെയ്തിരുന്നു. 9 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ നേതാക്കന്മാരിലേക്കൊക്കെ ഈ ചോദ്യം ചെയ്യൽ നീളാനുള്ള ഒരു സാധ്യത ഉണ്ട്. രാജേഷ്, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല, സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ജയറാം ഒരുപക്ഷെ പെട്ടുപോകും.